നഴ്സുമാരോടാണ് നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ ഒത്തിരി എടുത്തുകൊണ്ട് പോകുമ്പോഴേ പിള്ളേർ അമ്മ ഇന്ന് ജോലിക്ക് പോകണ്ട അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നും ജോലിയാണെന്നും പറഞ്ഞ് കരയുന്നൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണ് വീട്ടിലിരുന്ന് എന്തെങ്കിലും പിള്ളേരുടെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് തുടങ്ങിയത്. എൻ്റെ എക്സ്ട്രാ ഷിഫ്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനും ഒരു നേഴ്സാണ്. എൻ്റെ പേര് ആശ. ഞാൻ കാനഡയിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളും ആയിട്ടിവിടെ സെറ്റിൽഡ് ആണ്. എല്ലാ ഇമിഗ്രൻ്റ് പേരൻസിനെ പോലെ ഞങ്ങളും ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണ്. അതിൻ്റെ കൂടെ ഞാനൊരു എക്സ്ട്രാ ജോബും കൂടെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡെബ്സും ക്രെഡിറ്റ് കാർഡ് ഡെബ്സും ബില്ലുകളും എല്ലാം അടഞ്ഞു പോകാനായിട്ട് അത് ഓക്കെ ആയിരുന്നു. പക്ഷെ കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ എൻ്റെ പിള്ളേർ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങി, അമ്മ എപ്പോഴും ജോലിയാണല്ലോ. പല ദിവസവും നൈറ്റ് ഷിഫ്റ്റിന് പോകാൻ ഇറങ്ങുമ്പോൾ അമ്മയിന്ന് പോകണ്ടെന്നും പറഞ്ഞൊക്കെ കരയാനൊക്കെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാനും റീതിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. വീട്ടിലിരുന്ന് പിള്ളേരുടെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ, എൻ്റെ എക്സ്ട്രാ ചെയ്യുന്ന അവേഴ്സ് കുറച്ചിട്ട് പിള്ളേരുടെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെയാണ് അന്വേഷിച്ചു തുടങ്ങിയത്. അപ്പം അങ്ങനെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പല റിമോട്ട് ജോബിനെ പറ്റിയൊക്കെ അന്വേഷിച്ചു. പക്ഷേ അതെല്ലാം നമ്മൾ പിന്നെയും ക്ലോക്കിൻ ചെയ്ത് 8 hours 10 hours ഒക്കെ ഇരിക്കണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെപ്പോലെ തന്നെ ഒരു നേഴ്സിൻ്റെ ഒരു ആഡ് ഞാൻ ഇതുപോലെ തന്നെ കാണുന്നത്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു നേഴ്സ്, അവരവരുടെ ഫുൾ ടൈം ജോബിൻ്റെ കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നു, നല്ലൊരു ഇൻകം ഉണ്ടാക്കുന്നു എന്നൊക്കെ കണ്ടപ്പോഴും ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു. ഏതൊരു രാജ്യത്തും ആ രാജ്യത്തെ നിയമങ്ങളനുസരിച്ച് ടാക്സ് പേ ചെയ്ത് ലെജിറ്റിമേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു എത്തിക്കലായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ്. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. നമ്മൾ പ്രോഡക്ട്സ് കൊണ്ട് നടന്ന് വിൽക്കുകയോ അല്ലെങ്കിൽ ഇൻവെൻട്രി കീപ്പിങ്ങോ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ നമുക്കൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഞാനൊരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. എനിക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, ബിസിനസ് ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഇറ്റ്സ് ഓൾ കവേർഡ്. ഒരു എക്സ്പീരിയൻസോ നോളജോ ഒന്നും ഇല്ലാത്തവരാണേലും എല്ലാവരും എക്യുപ്ഡ് ആക്കുന്ന രീതിയിലുള്ള ഒരു അമേസിങ് ട്രെയിനിങ് സൈറ്റും ബിസിനസ് സിസ്റ്റമാണ് നമുക്ക് ഈ ബിസിനസ്സിലുള്ളത്. അപ്പം ഒരു 1:1 മെൻറ്ററിങ് ഉണ്ട്. ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവാവുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് സൈറ്റാണ്. അത് 24/7 ആക്സസബിൾ ആണ്. ആർക്ക് വേണേലും എപ്പോൾ അവരുടെ സമയത്തിനനുസരിച്ച് സൗകര്യത്തിനും അനുസരിച്ച് പഠിച്ചെടുത്ത് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇന്നൊരു സമയത്ത് വന്നിരിക്കണം എന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്തിരുന്ന് ചെയ്യണം എന്നോ ഒന്നും ഒരു നിർബന്ധവുമില്ല. നമ്മുടെ സമയത്തിനും നമ്മുടെ കുട്ടികളുടെ സ്കെഡ്യൂളും നമ്മുടെ ജോലിയുടെ സ്കെഡ്യൂളും ഒക്കെ അനുസരിച്ച് നമുക്കിരുന്ന് ചെയ്താൽ മതി. ഇപ്പോൾ കുഞ്ഞു കുട്ടികളുള്ളവർ തൊട്ട് ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരുപാട് വർക്കിംഗ് അവേഴ്സ് ചെയ്യുന്ന പ്രൊഫഷണൽസ് വരെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പം പിന്നെ ഒരു കാര്യമുള്ളത്, ഏതൊരു ബിസിനസ്സിനെ പോലെയും നമ്മുടെ എഫേർട്ടും നമ്മുടെ ടൈമും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ആവശ്യമുള്ളൊരു ബിസിനസ് തന്നെയാണ്. അപ്പം പക്ഷെ നമുക്കൊരു ഡെയിലി ഒരു 1 to 2 hours ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഡു ഇറ്റ് സക്സസ്ഫുള്ളി. അപ്പം ഈ ബിസിനസ്സിനെ പറ്റി നിങ്ങൾക്കും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഒരു കുഞ്ഞുങ്ങളുടെ കൂടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് ഒന്ന് ലേൺ ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാണുന്ന ലേൺ മോർ ബട്ടണിൽ ഞെക്കോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഇമെയിൽ ID തന്നാൽ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു ബ്രീഫ് ഓവർവ്യൂ അയച്ചു തരാം. അത് കണ്ടേച്ച് നിങ്ങൾ ചിന്തിക്കുക, ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണോ വേണ്ടയോ എന്ന്. എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ക്ലിയർ ചെയ്യാനായിട്ട് ഞാനും ഹെൽപ്പിനുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ചേഞ്ച് വേണം, ഇല്ലെങ്കിൽ ഒരു വ്യത്യാസം വരണമെങ്കിൽ നമ്മൾ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലേ? ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്ത് വെക്കണം. താങ്ക് യു. സീ യു സൂൺ.